അവരുടെ മുമ്പിൽ അങ്ങനെയാണ് കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ. അലി ഇബ്നു അബീ ത്വാലിബിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതോടൊപ്പം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദുന്നൂറൈൻ, ഇരട്ട പ്രകാശത്തിന്റെ ഉടമ എന്നറിയപ്പെടുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവരുടെ മുമ്പിൽ ഒരു അമോഷനായിട്ടും ഇരിക്കുന്നു. ഒന്ന് ഫാത്തിമയുടെ ഭർത്താവാണ്, റുഖിയ്യയുടെ ഒക്കെ ഭർത്താവാണ് ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അപ്പൊ അവിടെ ആ രീതിയിൽ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നുപോയാൽ വിശ്വാസികളായ ആളുകൾക്ക് അവർക്ക് പിൻപറ്റുവാനും ശേഖരിക്കുവാനുമുള്ള നന്മകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വിശ്വാസികളായ ആളുകൾ അവർ പിൻപറ്റേണ്ടത് വ്യക്തിപരമായ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്തുവാനോ അല്ലെങ്കിൽ എണ്ണിയാൽ അവസാനിക്കുന്നത് ഒന്നും തന്നെയല്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ അതിന് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പിൻപറ്റുക, നമ്മൾ ശേഖരിക്കുക. പ്രധാനമായിട്ട് സംസാരത്തിന്റെ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം കഫാബിൽ മർഇ കദിബൻ അയ്യുഹദ്ദിസ ബി കുല്ലി മാ സമിഅ, കേൾക്കുന്ന കാര്യം അതുപോലെ പറഞ്ഞാൽ മതി ഒരാൾ കളവ് പറയുന്നവനായി തീരാൻ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത്. അതുകൊണ്ട് കള്ളവുമായി ബന്ധപ്പെട്ട് തമാശയിൽ പോലും കളവ് വരാത്ത രീതിയിലായിരിക്കണം നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടത്. പ്രധാനമായി മുസ്ലിങ്ങളും തമ്മിലുള്ള ബാധ്യതകൾ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളും കടമകളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിച്ചു തന്നു. ആ ഹദീസിന്റെ സാരാംശം എത്രയോ തവണ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും പിന്നെയും പിണക്കങ്ങൾ കടന്നു വരുമ്പോഴേക്ക് അത് നമ്മൾ മറന്നു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കാൻ പാടില്ല. അള്ളാഹു മറ്റൊരാൾക്ക് നൽകിയ സമ്പത്തിന്റെ വിഷയത്തിലോ മക്കളുടെ വിഷയത്തിലോ അല്ലെങ്കിൽ അയാൾക്ക് നൽകിയ ഐശ്വര്യത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും പുരോഗതിയും ജോലിയും ഒക്കെ കാണുമ്പോൾ അതിൽ അസൂയ വെക്കേണ്ട ആവശ്യമില്ല. വലാ തനാജശു, വില കയറ്റി പറയാനും പാടില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ വില കയറ്റി പറയുന്ന അവസ്ഥയും പാടില്ല എന്നതാണ്. വലാ തബാഗദു, നിങ്ങൾ അന്യോന്യം വെറുക്കാനും പാടില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് വെറുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് അയാളെ കണ്ടാലും സലാം പറയാത്ത അവസ്ഥ, അതിനൊക്കെ മുസ്ലിങ്ങൾ മാറി നിൽക്കാൻ കഴിയണം. ഇസ്ലാം എന്നത് സാഹോദര്യവും സമത്വവും ഐക്യവുമാണ് പഠിപ്പിക്കുന്നത്. അതിലേക്ക് വരാൻ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിന്റെ പാർശ്വത്തെ കയറിനെ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. എന്ത് പ്രശ്നമുണ്ടായാലും ഒരു വിഷയത്തിലും ഇസ്ലാമികമായ ഐക്യം തകരാതെ അതിന് കളങ്കം സംഭവിക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വലാ യബിഉ ബഅദുകും അലാ ബൈഇ ബഅദ്, ഒരാൾ വിറ്റതിന് മേലെ മറ്റൊരാൾ വില കൂട്ടിക്കൊണ്ട് വിൽക്കാനും പാടില്ല. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യളിമുഹു, അയാളെ ആക്രമിക്കുകയില്ല. വലാ യഖ്ളുലുഹു, അയാൾ അവനെ കൈവിടുകയുമില്ല. ഒരു വിഷയമുണ്ടായാൽ കൈവിടിയില്ല. നമുക്കൊരു ആവശ്യം വന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനൊരു ആവശ്യം വന്നു, ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയാളുടെ കൂടെ പോവുക. ഒരാൾ ഒരു സഹായത്തിന് എന്റെ കൂടെ ഇന്ന് സ്ഥലം വരെ പോരുമോ, എന്റെ കാര്യം നിർവഹിച്ചു വരുവോളം എന്റെ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് ഒരുപാട് തിരക്കാണ്, 100 കൂട്ടം ജോലികളാ, ഇത് പറഞ്ഞ് ഒഴിവാവുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് മാത്രം ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മദീനയിലെ മസ്ജിദിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ മദീനയിലെ പള്ളിയിൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ മറ്റു പള്ളികളിൽ 1000 റക്അത്ത് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ആ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരാൾ ഒരു കാര്യത്തിൽ എന്നെ വിളിച്ചു, അയാളുടെ ആ കാര്യം നിർവഹിച്ച് തിരിച്ചു പോരുന്നതാണ്, അയാളുടെ കൂടെ അത്രയും സമയം കഴിച്ചു കൂട്ടുന്നതാണ്, അതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് എത്രത്തോളം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരിക്കലും മറ്റൊരാളെ അവിശ്വസിക്കാൻ പാടില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഒരാളെ അന്യായമായി സംശയിക്കാൻ പാടില്ല, കൈവടിയാൻ പാടില്ല, വലാ യക്ദിബുഹു, അവിശ്വസിക്കാൻ പാടില്ല, ഒരു വിഷയത്തിലും കളവാക്കാൻ പാടില്ല, വലാ യഹ്കിറുഹു, നിന്ദിക്കാനും പാടില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോശമാക്കിയിട്ട് ജനസമക്ഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയാളെ മോശക്കാരനാക്കി ഒറ്റപ്പെടുത്തി ആ രീതിയിലേക്ക് കൈവടിയാൻ പാടില്ല. അതൊക്കെ പകയായിരിക്കും പിന്നീട് വരിക.
നമ്മുടെ നമസ്കാരവും നമ്മുടെ അനുബന്ധമായ ആരാധനാകർമ്മങ്ങളും റഹ്മാനായ നാഥൻ സ്വീകരിക്കണമെങ്കിൽ ഒരാളോടും പകയില്ലാത്ത സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ സ്വഭാവ വൈഷ്ഠവ്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഒരാളോടും പകയില്ല, ഒരാളോടും വെറുപ്പില്ലാത്ത മനുഷ്യനായിക്കൊണ്ടാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ എവിടുന്നാണ് കടന്നു വരിക? അത്തഖ്വാ ഹാഹുന, ഭയഭക്തി എന്നത് ഹൃദയത്തിലാണ്. ഇത് പറഞ്ഞ റസൂലുള്ളാഹി 3 പ്രാവശ്യം നെഞ്ഞിലേക്ക് വിരലുകൾ ഇങ്ങനെ ചൂണ്ടി. ഭയഭക്തി എന്നത് ഹൃദയത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിക്കുകയാണ്. അയ്യഖ്റ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ നിന്ദിക്കുക എന്നത്, ആളുകൾക്കിടയിൽ വെച്ച് വഷളാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തിന്മയായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർളുഹു, ഒരു മുസ്ലിമിന്റെ അഭിമാനവും ധനവും രക്തവും മറ്റൊരു മുസ്ലിമിന് നിഷിദ്ധമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിന് കളങ്കം വരാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ രക്തം ചീന്തുകയോ സമ്പത്ത് കൈവശപ്പെടുത്തുകയോ ചെയ്യാവതല്ല.